പൈസയൊന്നുമില്ല, മന്ത്രിക്ക് സുഖമില്ലെന്ന് വിളിച്ചു പറഞ്ഞു. പല അവധികൾ പറഞ്ഞെങ്കിലും ഒരു പൈസ പോലും തന്നില്ല. ചെന്ന് പൈസ എടുക്കാൻ ചെന്നപ്പോൾ അവിടെ പൊട്ടിപ്പോയി, ഇവിടെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. നമസ്കാരം. മാതൃകേരളം ന്യൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുവത്തൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുന്നിലാണ്. ഇവിടെ നടന്ന കോടികളുടെ അഴിമതി നിങ്ങളിലേക്ക് മുൻപും എത്തിച്ചതാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഈ ഒരു വാർത്ത ഞങ്ങൾ എത്തിക്കുകയാണ്. കാരണം കോടികളുടെ അഴിമതിയാണ് ഈ ബാങ്കിൻ്റെ മറവിൽ നടന്നിരിക്കുന്നത്. ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് നടത്തിയ ഒരു വലിയ തട്ടിപ്പിൻ്റെ, നിക്ഷേപകരുടെ പണം അപഹരിച്ചു പോകുന്ന ഒരു വലിയ തട്ടിപ്പിൻ്റെ കഥയാണ് നിങ്ങളിലേക്ക് ഇന്ന് ഞങ്ങൾ വീണ്ടും എത്തിക്കുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാതൃകേരളം ന്യൂസിന് ലഭിച്ച വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിൽ മാതൃകേരളം ന്യൂസ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സാറ് നെടുവത്തൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഒരു ഡെപ്പോസിറ്ററാണ്. എന്താണ് ഇപ്പോൾ ഉള്ള ആക്ഷേപം? ഒരുപാട് ആക്ഷേപങ്ങൾ വരുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ മകളുടെ കല്യാണ ആവശ്യത്തിനായിട്ട് ഈ നെടുവത്തൂർ സർവീസ് സഹകരണ ബാങ്കിലും അതുപോലെ തന്നെ അവണൂർ അവരുടെ ബ്രാഞ്ചിലും എമൗണ്ട് നിക്ഷേപിച്ചിരുന്നു. എൻ്റെ മകളുടെ കല്യാണ സമയമായപ്പോൾ ഞാൻ ഡിപ്പോസിറ്റ് മെച്യൂർ ആയായിരുന്നു. അത് ആവശ്യപ്പെട്ട് കല്യാണ ലെറ്ററുമായിട്ട് അവിടെ ചെന്നപ്പോൾ അവർ പൈസ തരാമെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ മകളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് അവർ പല അവധികൾ പറഞ്ഞെങ്കിലും ഒരു പൈസ പോലും തന്നില്ല. കല്യാണം കഴിഞ്ഞു. പിന്നെ എന്നിട്ട് ഞാൻ നിരന്തരം അവരെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. കോൺടാക്റ്റ് ചെയ്യുമ്പോഴെല്ലാം അവരിങ്ങനെ ഓരോ ഒഴിവുകൾ പറഞ്ഞ് എന്നെ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഞാൻ ഈ കല്യാണ ആവശ്യത്തിനായിട്ട് ഞാൻ വേറെ ഇവർ പൈസ തരാമെന്ന് പറഞ്ഞ അവധി വിശ്വസിച്ചുകൊണ്ട് ഞാൻ പലരുടെ കയ്യിൽ നിന്നും പൈസ മറിച്ചാണ് കല്യാണം നടത്തിയത്. പക്ഷേ എനിക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാനോ ഒന്നും എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവർ ഈ അവധികൾ പറയുന്നതല്ലാതെ എൻ്റെ പൈസ ഇതുവരെയും തന്നിട്ടില്ല. ഞാൻ ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് എനിക്ക് ഈ പൈസ കിട്ടാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്നാണ് എൻ്റെ ആവശ്യം. നിയമ നടപടികളായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിയമ നടപടിയായിട്ടൊന്നും ഇതുവരെ പോയിട്ടില്ല. അത് അല്ലാതെ ബാങ്കുമായിട്ട് ഞാൻ ഇതുവരെ നിരന്തരം കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നിയമ നടപടിയിലേക്ക് എല്ലാവരും പോവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ സഹകരിക്കാൻ തയ്യാറാണ്. അതാണ്. ശരി, താങ്ക് യു. അമ്മ നെടുവത്തൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഒരു ഡെപ്പോസിറ്ററാണ്. എത്ര രൂപ കിട്ടാനുണ്ട്? ഞാൻ നെടുവത്തൂർ അതിൻ്റെ ബ്രാഞ്ചാണ് കല്ലേരിമുക്കിൽ. ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് എൻ്റെ കൊച്ചുങ്ങൾക്ക് വീട് വയ്ക്കാനായിട്ട് ഇട്ടപ്പോൾ അതിൻ്റെ കാലാവധി തീർന്നപ്പം ചെന്ന് പൈസ എടുക്കാൻ ചെന്നപ്പോൾ അവിടെ പൊട്ടിപ്പോയി, ഇവിടെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. പ്രസിഡൻറ്റ് സെക്രട്ടറിയുടെയും ഓരോ നമ്പർ തന്നു കല്ലേരിമുക്കിൽ നിന്ന്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് പൈസ ചോദിച്ചപ്പം പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പൈസ വാങ്ങിച്ചാൽ അവിടെ ചെന്ന് യോധീര് അവിടുന്ന് ഞങ്ങൾക്ക് പൈസ കിട്ടത്തുള്ളൂ, നിങ്ങൾക്ക് കുറേശ്ശെ തരാം, നിങ്ങൾ ഡിപ്പോസിറ്റ് ഇട്ടാന്നേലും ഒന്നിച്ച് തരാനില്ല. ഇതൊക്കെയാണ് അവിടുന്ന് പറഞ്ഞു വിട്ടത്. ഇപ്പോൾ ഈ പിന്നെ പറഞ്ഞത് നെടുവത്തൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ മെയിൻ ഓഫീസിൽ നിന്നാണോ പറഞ്ഞത്, അതോ ഇത് പറഞ്ഞത്? അത് നെടുവത്തൂർ എന്നാണ് പറഞ്ഞത്. നെടുവത്തൂർ സഹകരണ ബാങ്കിൽ നിന്നാണ് പറഞ്ഞത്. ആ പ്രസിഡൻ്റാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ പൈസ അയക്കുന്നു. 1 വർഷം കൊണ്ട് ഞാൻ നടക്കും എൻ്റെ കൊച്ചുങ്ങൾക്ക് വീട് വയ്ക്കാൻ. ഇന്ന് തരാം, നാളെ തരാം, 8-ാം തീയതി കഴിയട്ടെ, 9-ാം തീയതി കഴിയട്ടെ, 15-ാം തീയതി കഴിയട്ടെ, ഇങ്ങനെ ഓരോ ഡേറ്റും പറഞ്ഞ് വിടുക. ഈ ഡേറ്റ് എല്ലാം കഴിഞ്ഞ് പോയിട്ട് പിന്നെയാണ് മെയ് മാസം 15-ാം തീയതി മന്ത്രിയെ കണ്ടിട്ട് മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു ചർച്ചയുണ്ട്, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പൈസയ്ക്ക് ചെന്നപ്പോൾ അവിടെ ഇതുവരെ പൈസയൊന്നുമില്ല, മന്ത്രിക്ക് സുഖമില്ലെന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ ഫോൺ എടുക്കത്തില്ല, വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ഇതൊക്കെയാണ് അവരുടെ പരിപാടി. എത്ര ലക്ഷം രൂപയുണ്ടോ അമ്മേ? എനിക്ക് 10 ലക്ഷം രൂപയുണ്ട്. ഇപ്പം പലിശ ഉൾപ്പെടെ എനിക്ക് 10 ലക്ഷം. എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത്? ഡിപ്പോസിറ്റിന് 8-9 ലക്ഷം ഉണ്ട്. 9 ലക്ഷം. അപ്പോൾ അതിനൊരു തീരുമാനം ആയിട്ടില്ല ഇതുവരെ? ഇതേവരെ തീരുമാനമായിട്ടില്ല. പൈസയ്ക്ക് ചെല്ലുമ്പോൾ എല്ലാം തരാമെന്ന് പറഞ്ഞ് വിടുക. അവിടെ അതിന് പൈസയില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ 2 പേര് ഇരിപ്പുണ്ട്. അവർ പറയുന്നത് ഇവിടെ പൈസ വരുന്നില്ല, ആരും കൊണ്ട് അടയ്ക്കുന്നില്ല, അടച്ചെങ്കിലേ തരാൻ ഒക്കുമെന്നൊക്കെ അവർ പറയുന്നത്. ഇനിയിപ്പോൾ എന്താ അമ്മയുടെ പരിപാടി? പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയായിട്ട് അമ്മ മുന്നോട്ട് പോകാൻ? ഞാൻ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുക, കേസ് കൊടുത്ത് പൈസ വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക. നെടുവത്തൂർ സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകരുടെ സഹായത്തിന് വേണ്ടി
അഡ്വക്കേറ്റ് രതീഷ് കിളിത്തട്ടിൽ ഇപ്പോൾ അവർക്ക് വേണ്ടുന്ന എങ്ങനെയാണ് ഈ പൈസ നമുക്ക് അവർക്ക് തിരിച്ച് വാങ്ങിക്കൊടുക്കുവാൻ സാധിക്കുന്നത്, അതിന് വേണ്ടുന്ന നിയമ സഹായങ്ങൾ ചെയ്യുവാൻ തയ്യാറായിട്ടാണ് അഡ്വക്കേറ്റ് രതീഷ് കിളിത്തട്ടിൽ ഇപ്പോൾ മാതൃകേരള ന്യൂസിനോട് ചേരുന്നുണ്ട്. അദ്ദേഹത്തിനോട് എന്താണ് ഇതിനുള്ള ഒരു പോം വഴി, ഈ സഹകാരികൾക്ക് അവരുടെ നിക്ഷേപങ്ങൾ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വീകരിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്കറിയാം, കേരളത്തിലിപ്പോൾ ഈ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളും ഇതുപോലെയുള്ള തട്ടിപ്പുകളും നിരവധിയായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സഹകരണ മേഖലയിൽ പൈസ നിക്ഷേപിക്കുവാൻ വരുന്ന ആളുകളൊക്കെ തന്നെയും ആശങ്കയിലാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇത് ഒരു സഹകരണ മേഖലയിൽ പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമല്ല. കേരളത്തിലെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും ഈ നിലയിൽ പ്രവർത്തിക്കുന്നവയുമല്ല. സാധാരണക്കാരന് ഒരുപാട് ഗുണവും സാധാരണക്കാരന് ഒരുപാട് സഹായവുമായിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ തന്നെയാണ് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ. എന്നാൽ കേവലം കുറച്ച് സഹകരണ സ്ഥാപനങ്ങളിൽ ആ സ്ഥാപനങ്ങൾ നടത്തിപ്പിലുണ്ടായ കെടുകാര്യസ്ഥതയും ആ സ്ഥാപനങ്ങളിലെ ഉണ്ടായ ചില അഴിമതികളും മൂലം അത്തരം സ്ഥാപനങ്ങൾ തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സാമ്പത്തികമായൊരു മിസ്മാനേജ്മെൻറ്റ്, അതിനകത്ത് തന്നെ പലതരത്തിലുള്ള തിരിമറികളും അതിനകത്തുള്ള പഴുതുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകൾക്കൊക്കെ ഇല്ലാത്ത പോലെ ഒരു സുരക്ഷിതത്വത്തിനെ സംബന്ധിച്ച് അല്പസ്വല്പം പ്രശ്നങ്ങൾ ഈ സഹകരണ മേഖലയിലെ അതിൻ്റെ ഒരു സാങ്കേതികത്വവുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഒരു സാമ്പത്തിക സ്ഥാപനത്തിൽ അഴിമതി നടത്തിയാൽ ആ അഴിമതി ആ സാമ്പത്തിക സ്ഥാപനത്തെ തകർക്കും എന്നൊന്നും അറിയാത്ത രീതിയിൽ നാടൻ ഭാഷയിൽ പറഞ്ഞ ചക്കരക്കുടത്തിൽ കൈയിട്ട് വാരുന്ന ഒരു സമീപനത്തിലേക്ക് ആളുകൾ പോകുമ്പോഴാണ് ഇതുപോലെയുള്ള നിക്ഷേപകർ വന്നു നിന്ന് കാത്തുനിന്ന് മുഷിയേണ്ടതായി വരുന്നതും അല്ലെങ്കിൽ ഇത്തരം അവരൊക്കെ പ്രതിസന്ധിയിലേക്ക് പൈസ കിട്ടാത്ത പ്രതിസന്ധിയിലേക്കാകുന്നതും. നമുക്ക് ഇപ്പോൾ ഇത്തരം ബാങ്കുകളുടെയൊക്കെ നിക്ഷേപകരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എടുക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്കറിയാം സഹകരണ സ്ഥാപനങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ ഈ നെടുവത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൾപ്പെടെ പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷമാണ് അതിൻ്റെ ഭരണസാരഥ്യത്തിലിരിക്കുന്നത്. അപ്പോൾ ആ രാഷ്ട്രീയ താല്പര്യത്തിലിരിക്കുന്ന ആളുകൾ വരുന്ന സഹകാരികൾ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ പേരിലായിരിക്കും ഒട്ടുമിക്ക സഹകാരികൾ നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ആളുകളോട് ഈ വ്യക്തിപരമായ ബന്ധം ഉപയോഗപ്പെടുത്തി അല്ല രാഷ്ട്രീയമായ സ്വാധീനം ഉപയോഗപ്പെടുത്തി അവരെ നിർബന്ധപൂർവ്വം അവർ ഈ പൈസ തിരിച്ച് ചോദിക്കാൻ ചെല്ലുമ്പം തടസ്സപ്പെടുത്തുക. കാലങ്ങളായി ചെയ്തു വരുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ്. സമരത്തിന് പോയവർക്ക് കാശ് കൊടുക്കത്തില്ല. ഇതുമായി എന്നോട് പരാതി പറഞ്ഞ വ്യക്തിപരമായും ഈ വിഷയത്തിൽ പരാതിയുമായി ബന്ധപ്പെട്ട സഹകാരികളൊക്കെ തന്നെയും ഏതാണ്ട് 80% പേരും സാധാരണക്കാരാണ്. സ്വന്തം മക്കളുടെ വീട് പണിയുന്നതിന് വേണ്ടിയിട്ടോ കല്യാണം നടത്തുന്നതിന് വേണ്ടിയിട്ടോ ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അവർക്ക് സ്വരുക്കൂട്ടിയ പൈസ നാട്ടിലെ ഏതെങ്കിലും നേതൃത്വം നെടുവത്തൂരിലെ ആണെങ്കിൽ ഇവർ ഡയറക്ട് ബോർഡ് മെമ്പർമാരെയോ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെയോ ഒക്കെ വിശ്വസിച്ച് അവിടെ കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ വ്യക്തിപരമായ ബന്ധവും രാഷ്ട്രീയമായ ബന്ധവും ഒക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഈ ഇപ്പോൾ നിക്ഷേപകരായിട്ടുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് അവർ കടന്നു പോകാതെ തടഞ്ഞു നിർത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. നെടുവത്തൂർ സർവീസ് സഹകരണവുമായി ബന്ധപ്പെട്ട് ഈ നിക്ഷേപകർക്ക് പൈസ കിട്ടാനുള്ള കാര്യം കുറേ കാലങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവരവിടെ ചെന്ന് പൈസ ചോദിക്കുന്നതൊക്കെ തന്നെയും അത് തടസ്സപ്പെടുത്തും. അവർ പറയും ഇപ്പോൾ തരാം, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം വരൂ, നിങ്ങൾക്ക് പൈസ കിട്ടും, നിങ്ങൾ പരാതി കൊടുത്താൽ കിട്ടത്തില്ല, സമരം ചെയ്താൽ കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ ഇപ്പം സഹകാരികളെ സംബന്ധിച്ച് പ്രധാനം അവർക്ക് ഇപ്പം നിക്ഷേപത്തിൻ്റെ കാലാവധി പൂർത്തിയായ ആളുകൾക്ക് ആ പൈസ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം. ബാങ്കിൽ തന്നെ നിരവധി തവണ രേഖാമൂലം ആവശ്യപ്പെട്ടു പോലും ആ രേഖാമൂലം അപേക്ഷ കൊടുക്കുന്ന പോലും ബാങ്ക് വാങ്ങാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അവരെ തിരികെ വിടുകയാണ്, വാങ്ങാതെ തിരികെ വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രജിസ്ട്രാർക്ക് അവരെ നിക്ഷേപം തിരികെ ലഭിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ പരാതി കൊടുക്കുകയാണ്. അതോടൊപ്പം പോലീസിൽ തന്നെ ഇപ്പോൾ 64 എൻക്വയറി കഴിഞ്ഞ് ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട് അത് പോലീസിന് ഫോർവേഡ് ചെയ്തിട്ട് പോലും പോലീസും രാഷ്ട്രീയമായ ഇടപെടൽ കൊണ്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കാതെ, അതിൻ്റെ ഭരണസമിതി ഞങ്ങൾക്ക് നടപടി സ്വീകരിക്കാതെ അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിനകത്ത് ഇരകളായിട്ടുള്ള സഹകാരികൾ നേരിട്ട് പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ആദ്യഘട്ടത്തിൽ ചെയ്യാൻ പോകുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസും സഹകരണ വകുപ്പും എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നതിനെ നോക്കിക്കൊണ്ട് അതിന് മതിയായ നിയമപരമായ പരിരക്ഷ അവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാത്ത പക്ഷം ബഹുമാനപ്പെട്ട കോടതിയെയും ട്രൈബ്യൂണൽ ഉൾപ്പെടെ സമീപിക്കാനാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നത്. അതിലൂടെ മാത്രമേ അവർക്ക് ഫലം കാണാൻ കഴിയുള്ളൂ. എങ്കിൽ അത്തരത്തിൽ ഏത് തരത്തിലും
എന്നാലും അങ്ങേയറ്റമുള്ള നിയമ നടപടിയിലേക്ക് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു വലിയ കൊള്ളയാണ് ഈ നെടുവത്തൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പേരിൽ നടന്നിട്ടുള്ളത്. ഈ തട്ടിപ്പിന് കൂട്ടുനിന്നവർ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് നടത്തിയവർ ആരായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് സഹകാരികളുടെ അഭിപ്രായം. ഒപ്പം അവരുടെ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കണമെന്നും. മറ്റൊരു വാർത്തയുമായി വീണ്ടും നമുക്ക് കാണാം. മാതൃകേരളം ന്യൂസിനു വേണ്ടി ആർ രതീഷ്.